രാവിലത്തെ കുളിയും ഒരുക്കവും കഴിഞ്ഞാൽ ഗാർഗി ഭഗവാന് പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് അതിനു വേണ്ടി എടുത്ത പൂക്കളാണ് കേട്ടോ. ഒരു മന്ദാരവും ബാക്കി ശംഖുപുഷ്പങ്ങളുമാണുള്ളത്. ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായ പൂക്കളാണ്. ഗാർഗിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അവളത് അതുപോലെ ചെയ്തോളും. പൂക്കളെല്ലാം വെച്ച ശേഷം ഗാർഗി കൈകൂപ്പി ഭഗവാനെ തൊഴും. നാമവും മന്ത്രമൊന്നും ചൊല്ലാറായിട്ടില്ല, വാക്കുകളൊന്നും അവൾക്ക് കിട്ടില്ല. നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൾക്ക് പറ്റുന്നത് പോലെ പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയാൽ അവളെ കൊണ്ട് പറയിപ്പിക്കാറുണ്ട്. ഓം നമോ നാരായണ എന്നും അമ്മേ നാരായണ ദേവി നാരായണ എന്നൊക്കെ പറയിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അവൾക്ക് പറയാൻ പറ്റുന്നത് പോലെ അവൾ പറയാറുമുണ്ട് കേട്ടോ. ചില ദിവസം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, ഗാർഗി തന്നെ പൂ വയ്ക്കുന്ന കാര്യം ഓർത്തിട്ട് നമ്മളോട് പൂവ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ പോയി പൂവ് പറിച്ച് ഗാർഗിക്ക് കൊടുത്താൽ മതി. പൂ വയ്ക്കാൻ ഗാർഗിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം അവളുടെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവൾ പൂവ് വയ്ക്കാൻ ചിലപ്പോൾ കൂട്ടാക്കാറില്ല. അല്ലെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പൂ വയ്ക്കുന്നത് ഇടത്തെ കൈ കൊണ്ടാണ് കേട്ടോ. വലത്തെ കൈ കൊണ്ട് വയ്ക്കാറുണ്ടെങ്കിലും ചില സമയത്ത് അവൾക്ക് ഇടത്തെ കൈ തന്നെ വേണം. കൃഷ്ണ വിളിച്ചേ, കൃഷ്ണ